തീരുമാനിച്ചതാണ്. നമ്മൾ CATUവിൻ്റെ ആവശ്യം അതായിരുന്നു. അത് നമ്മൾ ചെയ്തു അന്ന് തന്നെ. എല്ലാവരും ആവശ്യപ്പെട്ടു, അത് അന്ന് ചെയ്തു. അത് കൂടാതെ ഈ ക്ലച്ച് വെച്ച് തൽക്കാലം ഓടാം. കാരണം വെച്ചാൽ നമ്മൾ സ്വന്തം വണ്ടിയിലേക്ക് മാറാൻ, കാരണം അതിൻ്റെ ഒരു അപകടാവസ്ഥ കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ പഠിച്ചു വരുന്ന പലർക്കും ഈ ക്വാളിറ്റി ഉള്ളൊരു ഡ്രൈവറായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലച്ച് ഇല്ലാതെ ഓടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പം അനുവദിച്ചാൽ ചിലപ്പോൾ റോഡിൽ പോകുന്നവർക്ക് ചിലപ്പോൾ അത് കുഴപ്പമാവും. പറഞ്ഞല്ലോ 40 പറഞ്ഞല്ലോ. ഒരു MBI 40 എണ്ണം ചെയ്യും, 2 MBI ഉള്ളിടത്ത് 80 എണ്ണം ചെയ്യും. ബാക്ക്ലോഗ് നാളെ പരിശോധിക്കും. നാളെ പരിശോധിച്ചിട്ട് കൂടുതൽ കെട്ടിക്കിടക്കുന്ന RT ഓഫീസോ സബ് RT ഓഫീസോ ഉണ്ടെങ്കിൽ അവിടെ എൻഫോഴ്സ്മെന്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ താൽക്കാലികമായി നിയോഗിച്ചുകൊണ്ട് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി അത് കുറച്ചു കൊണ്ടുവരും. ഈ 10 ലക്ഷം എന്ന പ്രചരണം തെറ്റാണ്. 10 ലക്ഷം ഇല്ല, 2.5 ലക്ഷമേ ഉള്ളൂ. കൃത്യമായ കണക്ക് നാളെ മാധ്യമങ്ങൾക്ക് നൽകും. കൃത്യമായി കമ്പ്യൂട്ടറിൽ നിന്ന് കണക്കെടുക്കുകയാണ്. ഇപ്പൊ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാണ്, പക്ഷെ കൃത്യമായ കണക്ക് തരാം. പിന്നെ ഏതൊക്കെ ഓഫീസിൽ എത്ര കെട്ടിക്കിടക്കുന്നുള്ള കണക്കും പ്രസിദ്ധീകരിക്കാം. ടെസ്റ്റ് സമരം എല്ലാവരും പിൻവലിച്ചു. സമരം പിൻവലിച്ചു. നാളെ മുതൽ ടെസ്റ്റ് അല്ല, വളരെ വേഗത്തിൽ മാറ്റി. CMD ആണുള്ള ചുമതല നൽകിയിട്ടുണ്ട്. അദ്ദേഹം പല മാറ്റി. ഇപ്പൊ ലെവൽ ചെയ്ത് ഉറപ്പിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ പരിഷ്കരിച്ച മുട്ടത്തറ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുമോ? നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മൾ ഈ ഒരു ഡിസൈനിന്റെ കാര്യത്തിൽ 1 മാസം സമയമുണ്ട്. അപ്പൊ അവരും കൂടെ ആലോചിച്ചിട്ട് ഒരു ഡിസൈൻ, നമ്മൾ പറഞ്ഞ ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് പരിശോധിക്കാമല്ലോ. അപ്പൊ നമ്മൾ കൊണ്ടുവരുമ്പോഴല്ലേ അവർക്കൊരു വിഷമമുള്ളൂ. വേണ്ട, അടിച്ചേൽപ്പിക്കുന്നില്ല, അവർ തന്നെ കൊണ്ടുവരട്ടെ. അതെ, അവരുടെ പ്രൊപ്പോസലുകളെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ എടുക്കും. 1 മാസത്തിനകം തരും. അവർ 1 മാസം തരും. നമ്മൾ തന്നാൽ ഉടൻ ആക്ഷനാണ്. വലിയ താമസമില്ല, വെച്ച് താമസിപ്പിക്കത്തില്ല ഒന്നും. ഗതാഗത മന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ്. എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളിൽ സർക്കാർ അഴിഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താനുള്ള തീരുമാനം. ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമകൾ നടത്തിവന്ന സമരം പിൻവലിച്ചിട്ടുമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വരാം.